നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകളെയും പരിഗണിക്കണമെന്ന് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി. അവസരം നൽകാതെ കഴിവ് തെളിയിക്കാൻ കഴിയില്ല. മതേതര വോട്ടുകൾ നേടാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടെന്നും മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് 24-നോട്. വിപിൻ സി വിജയൻ താരക്കെ റിപ്പോർട്ട്. മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് ഇപ്പോൾ ചേരുകയാണ്. നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പാണ്, അവിടെയാണ് നിങ്ങളുടെ സ്വദേശം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രണ്ട് പേരുകളാണ് UDFനെ സംബന്ധിച്ചിട്ട് കേൾക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ മണ്ണാണ്. നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്കൂളും എൻ്റെ കോളേജും ഒക്കെ ഞാൻ അവിടെ തന്നെയാണ്, മണമുളിക്കാരി തന്നെയാണ്. എൻ്റെ മമ്മി അവിടുത്തെ ടീച്ചറായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടാണ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ രണ്ട് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ അവിടെ കൂടുതലായിട്ട് അവിടെ പങ്കെടുപ്പിക്കണം, അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടോ? അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി പരിഗണിക്കണം എന്നൊരു ആവശ്യം ഉണ്ടോ? സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവിടെ മാത്രമല്ല, സ്ത്രീകളെ എവിടെയും പരിഗണിക്കണം, നമ്മൾ എല്ലായിടത്തും വേണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അവിടെ, കാരണം സ്ത്രീകൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാലോ നമ്മൾ അവർക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൊടുത്താലേ തീർച്ചയായിട്ടും കഴിവ് അവർക്ക് തെളിയിക്കാൻ സാധിക്കുള്ളൂ. അവസരങ്ങളില്ലാതെ മുന്നോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അവസരങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ കഴിവുള്ള ഒരുപാട് നേതാക്കന്മാരുള്ള മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ സ്ത്രീകളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ നിലമ്പൂരിലാണെങ്കിൽ തന്നെ ഇപ്പോൾ സഭയുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിലമ്പൂര് സഭ എന്നും നമ്മളെപ്പോഴും തീർച്ചയായിട്ടും UDFന് ഒപ്പം. ബീനയുടെ പേരും ഉയർന്ന് അവിടെ കേൾക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ സഭയുടെ ഒരു പിന്തുണ ഉണ്ടാവുന്നൊക്കെ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ സഭയുടെ ഒരു മെമ്പറല്ലേ. അത് സഭ അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിവനുസരിച്ച് മാത്രമാണ്. അല്ല സഭ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിനകത്ത് കാര്യമായിട്ട് ഇടപെടുമെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷെ 100% സഭയുടെ ഒരു വിശ്വാസിയാണ്. സഭ എന്നെ സപ്പോർട്ട് ചെയ്യും. അവിടെ സ്ത്രീകൾ കൂടുതൽ വോട്ടർമാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വോട്ട് നേടാൻ കൂടി സാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ പഴയ പോലെയല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വരണം. അപ്പോൾ സ്ത്രീ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങൾ സംസാരിക്കാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ അഭിഭാഷക വൃത്തി പോലും രാഷ്ട്രീയമാണ്. എനിക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി തന്നെ നമ്മൾ കാണുന്നത്. കാരണം പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്ത്രീകളുടെ പേര് കൂടി, ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ബീന ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ പേര് കൂടി ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.